ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ ബാഗിന്റെ ആയാലും തുണികളുടെ ആയാലും വീഡിയോ കാണിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ സ്പെസിഫിക്കേഷനും ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോയിൽ ഓരോ പ്രോഡക്റ്റിനും കാണിക്കുന്നത്. ഇപ്പോൾ ബാഗുകളുടെ കാര്യമാണെങ്കിൽ ചെറിയ ബാഗാണ്, മൊബൈൽ വെക്കാൻ പറ്റുന്നതല്ല. പേഴ്സുകൾ കാണിക്കുമ്പോൾ ചെറിയ പേഴ്സാണ്, മൊബൈൽ വെക്കാൻ പറ്റുന്നതല്ല, മൊബൈൽ വെക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പേഴ്സുകളെ കുറിച്ച് കാണിക്കുമ്പോഴും ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാഗുകളായാലും കുറച്ച് താഴ്ത്തിക്ക് നീളം കൂടിയതാണെങ്കിൽ ആ ബാഗ്, വീതി കൂടിയതാണെങ്കിൽ അങ്ങനത്തെ ബാഗ് കുപ്പി വെക്കാൻ പറ്റും, വെള്ളം കുപ്പി വെക്കാൻ പറ്റും, മൊബൈൽ വെക്കാൻ പറ്റും, 3 ഫോൾഡിന്റെ കൂടെ വെക്കാൻ പറ്റും, 5 ഫോൾഡിന്റെ കൂടെ വെക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ സ്പെസിഫിക്കേഷനും പറഞ്ഞിട്ടാണ് ഞാൻ സാധനങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പോ അങ്ങനെ കൺഫർമേഷൻ ഉള്ളവർ മാത്രമേ വാങ്ങിക്കാവൂ. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ റിട്ടേൺ എടുക്കുള്ളൂ. പിന്നെ ബാഗുകളെല്ലാം ഞാൻ ഇവിടെ നോക്കിയിട്ട് ഡാമേജ് ഉള്ള ഒരു സാധനവും ഞാൻ സെൻഡ് ചെയ്യില്ല. ഇനി ഇവിടെ നിന്ന് ഡാമേജ് ഇല്ലാതെ ഞാൻ സെൻഡ് ചെയ്യുന്ന സാധനം ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് എന്തെങ്കിലും അതിന്റെ ഒരു സിബിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഒക്കെ വരികയാണെങ്കിൽ എന്നോട് ചില കസ്റ്റമേഴ്സ് പറഞ്ഞു അതിന്റെ സിബിന്റെ മാത്രം ഒരു കേടിന് റിട്ടേൺ ഇല്ല, സിബ് മാത്രമല്ലേ അതിനൊരു മിസ്റ്റേക്ക് ഉള്ളൂ. അപ്പൊ അത് ഒരു സിബിന്റെ കാര്യത്തിന് വീണ്ടും ഷിപ്പിംഗ് ചാർജ് ഇങ്ങോട്ട് കൊടുത്ത് വീണ്ടും ഷിപ്പിംഗ് ചാർജ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് അത് ഭയങ്കര നഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിബിനൊക്കെ മാത്രമാണ് ഒരു കംപ്ലൈന്റ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് ഈ ചെരുപ്പ് കടയിലോ ഒക്കെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിബ് മാത്രം അതിൽ മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ സാരികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും സാരി എന്നൊക്കെ പറഞ്ഞ് 5.5 മീറ്റർ വിടർത്തി നോക്കുന്നു, ഡാമേജിന്റെ കാര്യം നോക്കിയിട്ട് തന്നെയാണ് അതും വിടുന്നത്. പക്ഷെ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് പരിഹാരമുണ്ട്, റിട്ടേൺ ചെയ്യാൻ ഞാൻ സമ്മതിക്കാം. പക്ഷെ ബാഗുകൾ ഒരു ചെറിയൊരു സാധനമാണ്, അതെനിക്ക് ഈസിയാണ് അതും എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പൊ അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ബാഗുകൾ സെൻഡ് ചെയ്യുന്നത്. കൺഫർമേഷൻ ഉള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. വീട്ടിൽ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ റിട്ടേൺ നടക്കില്ല കേട്ടോ. ഇന്ന് നമുക്ക് വീണ്ടും ഒരു ബാഗിന്റെ വീഡിയോ തന്നെ കാണാം. ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ബാഗ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റെക്സിനിൽ വരുന്നൊരു ബാഗ് ആണെങ്കിലും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ്. പൗഡർ ബ്ലൂവിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കാണ്, പക്ഷെ നേവി ബ്ലൂ അല്ല, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്. ഇത് ക്ലോസർ വ്യൂ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിലത്തെ ഡിസൈൻ എന്താണെന്നുള്ളത് മനസ്സിലാവാനാണ്. എന്നിട്ട് 2 വാർ ഇതിൽ സ്ലിങ് ഇടുന്ന ഷോൾഡർ ബാഗ് ആയിട്ട് നീളത്തിൽ ഇടാൻ പറ്റുന്ന ബാഗ് അല്ല. ഇങ്ങനെയാണ് ഈ ബാഗ് ഇട്ടിട്ടുണ്ടെങ്കിലുള്ള വ്യൂ വരുന്നത്. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബാഗാണ്. ഇതിൽ 2 സിബാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ഇതിൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഓഫീസ് ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ല യാത്രയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഉള്ളിൽ വേറൊരു പോക്കറ്റ്, പിന്നെ ഇപ്പുറത്തും ഒരു കള്ളിയുണ്ട്. ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് ആണ് ഇതിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട്, ഇതിൽ നമുക്ക് പൈസയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇതും നല്ലോണം ഇതിൽ സാധനങ്ങൾ കൊള്ളുന്ന ബാഗാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് പോലെ ഓഫീസിൽ പോകുന്നവർക്ക് എന്തെങ്കിലും ബുക്കോ പേപ്പറോ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാൻ പറ്റും. വെള്ളം കുപ്പി വെക്കാൻ പറ്റും, 3 ഫോൾഡിന്റെ കൂടെ വെക്കാൻ പറ്റും, എല്ലാം വെക്കാൻ പറ്റുന്ന ബാഗാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്, നല്ല സോഫ്റ്റ് ആണ് ഈ ബാഗ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 715. ഇനി ഇതിൽ തന്നെ വേറെ 2 ഷെയ്ഡ് കൂടി വന്നിരിക്കുന്നതാണ്. ഒരു മൗ ഷെയ്ഡ്, മൗവിന്റെ അത്രയ്ക്കും പറയാൻ പറ്റില്ല, ഒരു പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. പിന്നെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ആണ്. അപ്പം ഇതില് ചില ബാഗുകളിൽ, ഇപ്പൊ ഈ ബാഗില് ഇങ്ങനെ കറുപ്പാണ് ഇതിന്റെ വാറ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബ്രൗൺ. അപ്പൊ ഈ വാറുകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതല്ലാതെ ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 715, 715. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇതൊരു ഓഫീസ് ബാഗാണ്. ഇതിന് നേരത്തെയൊക്കെ കാണിച്ച ബാഗിനേക്കാൾ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇങ്ങനെയുള്ളത്, താഴത്തേക്കുള്ളതല്ല, ഇങ്ങനെ സൈഡിലേക്കുള്ള വീതി കുറച്ച് കൂടിയും അതിൽ കൂടുതലുള്ള ബാഗാണ്. ഇത് ഓഫീസ് ബാഗാണ്. ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഈ ലെതർ ബാഗുകളിലൊക്കെ ഇങ്ങനെ ഒരു
ഒരു ഡിസൈൻ വരില്ലേ, അതുപോലത്തെ ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. ലെതറിലുള്ള ബാഗ് അല്ല, പക്ഷെ നല്ല ബാഗുകളാണ്. നല്ലതുപോലെ ഇതിലും അതെ. ഇതില് ഒരു സിബാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 കള്ളിയാണ്. കണ്ട, നല്ലതുപോലെ സ്പേസ് ഉണ്ട്. ഇതിലൊരു A4 സൈസ് പേപ്പറുകൾ, ഫയൽ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. ഇതിന്റെ ഉള്ളിൽ ഇതാ വേറെ ഒരു പോക്കറ്റ് കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത് നമുക്കൊരു യാത്രയ്ക്ക് പോകുമ്പോഴും സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. നല്ല ഒരു ലുക്കുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 810. ഇതിൽ തന്നെ ഒരു ഷെയ്ഡ് കൂടി വരുന്നുണ്ട്. ഇതാണ് ഇതിൽ നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ്. ഇതിന്റെ ഷെയ്ഡ് ഒരു മെറൂൺ എന്നല്ല, ടെറാക്കോട്ടയും ബ്ലാക്കും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡാണിത്. ഇത് കോഫി ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ 2 ഷെയ്ഡാണ് ഈ ബാഗുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഓഫീസ് ബാഗായിട്ട് ഉപയോഗിക്കുന്ന ബാഗാണ്. നമുക്ക് യാത്രയ്ക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ 1 ദിവസം 2 ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയ ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 810, 810. നെക്സ്റ്റ് ബാഗ് ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബാഗാണ്. ലെതറിന്റെ ബാഗാണ്. ഇത് ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു കള്ളി, ഇത് സ്ലിങ്ങും ഉണ്ട്. ഇതിന് നീളത്തിൽ ഇടാനുള്ള സ്ലിങ്ങും ഉണ്ട്. ഇത് ലെങ്ത്തിൽ ഇങ്ങനെ ഷോൾഡറിൽ സ്ലിങ് ആയിട്ട് ഇടാനുള്ള ഇതാണ്. ഇത് ഇനി അങ്ങനെ ലെങ്ത് വേണ്ട എന്നുള്ളവർക്ക് ഇടാനായിട്ട് 2 സൈഡിലും കണക്ട് ചെയ്തിട്ട് കയ്യിൽ പിടിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്ലിങ് ആണിത്. ഇതിന്റെ കളർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാറിനോടൊക്കെ നല്ല മാച്ച് ആയിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അതിനേക്കാൾ ഉപരി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിന്റെ 3 പീസ് 3 കളർ ഇത്ര മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 1280. ഇനി ഇതിന്റെ വേറൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡിലും ഓരോ പീസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി അതിനുണ്ടായിരുന്നത് കൊണ്ട് കിട്ടിയ പീസുകൾ ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 1280, 1280. ഈ പേഴ്സ്, ലെതറിന്റെ പേഴ്സ്, ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു സാധനമാണ്. പക്ഷെ ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. 2 പീസാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ ഇങ്ങനെയാണ്. ഇതിന്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ 3 സിബ് ഉണ്ട്. പിന്നെ അതിലൊക്കെ പാർട്ടീഷനുകളാണ്. ഇഷ്ടം പോലെ സ്പേസ് അവിടെ ഉണ്ട്. അതുകൂടാതെ ഇവിടെ സെന്ററിലായിട്ട് വേറൊരു സിബ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ. ഇവിടെ കാർഡ് വെക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ പേഴ്സിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 700 രൂപ. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പേഴ്സാണ്. ഈ പേഴ്സിന്റെ ഉള്ളിൽ മൊബൈൽ ഇടാൻ പറ്റും. പിന്നെ ഇത് ചെറിയ പേഴ്സാണ് എന്ന് വെച്ച് തീരെ ചെറിയ പേഴ്സല്ല. കണ്ട, അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നത്. പിന്നെ ഓരോരുത്തര് ഇത് എത്ര ഇഞ്ചാണ്, നീളം എത്ര, വീതി എത്ര, അതൊന്നും അളന്ന് അങ്ങനെ പറയാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിന്റെ എല്ലാം സൈസ് ഞാൻ എന്താണോ വീഡിയോയിൽ കാണിക്കുന്നത് അതേ സെയിം സൈസ് തന്നെയാണ്. കൂടുതലോ കുറവോ ഇല്ല. ഇതിൽ മൊബൈൽ ഇടാൻ പറ്റുന്ന ഒരു പേഴ്സാണ്. അപ്പൊ ഇതിന്റെ 4 സൈഡിലും കാണുന്നത് ജൂട്ടാണ്, അല്ല റെക്സിന്റെ പീസുകളാണെങ്കിൽ ഇതിന്റെ ഈ നടുവിൽ കാണുന്നതൊക്കെ ജൂട്ടിന്റെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സാണ് ഇത്. പുറത്ത് ഇങ്ങനെ ഒരു കള്ളി ഉണ്ട്. അതുപോലെ ഇതിന്റെ ബട്ടൺ തുറന്നു കഴിയുമ്പോൾ സെന്ററിൽ ഒരു സിബ്, 2 പോർഷനാണ് ഇവിടെ ഉള്ളത്. അത് കൂടാതെ ഇതിന്റെ ഉള്ളിൽ വേറെ ഒരു സിബ് ഉണ്ട്. ഇങ്ങനെ ഇത്രയും സ്പേസ് ഇതിന്റെ ഉള്ളിലും ഉണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സാണ്. നല്ല ഭംഗിയുള്ള ഒരു പേഴ്സാണ് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 485. ഇനി ഇതിൽ തന്നെ വേറെ ഒരു കളർ അവൈലബിൾ ആയിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ്. ആദ്യത്തത് ഒരു വേറൊരു ബ്രൗൺ ആയിരുന്നു. ഇത് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ആണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ബീജ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 കളറുകളിലാണ് ഈ പേഴ്സ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 485, 485. ഇനിയത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചതെല്ലാം സ്മോൾ സൈസിലുള്ള പേഴ്സുകളായിരുന്നു. ഇനി കാണിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു മീഡിയം സൈസിലുള്ള പേഴ്സുകളാണ്. ഈ പേഴ്സിന് സ്ലിംഗ് ഉണ്ട്. ഇതിന്റെയും ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു കള്ളി ഉണ്ട്. അത് കൂടാതെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല നീളത്തിൽ ഷോൾഡറിൽ ഇടാനായിട്ട് പറ്റുന്ന ബാഗാണ്.
ഇതിന്റെ ഉള്ളിലും മൊബൈൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതിനും രണ്ട് സെന്ററിൽ ഒരു സിബ് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കള്ളിയുണ്ട്. അത് കൂടാതെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ഇതിന്റെ ഉള്ളിലും നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 545, 545. അപ്പം ഇതിപ്പോ ഞാൻ കാണിച്ചത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഇനി അടുത്തതും ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? ഇതില് ഡിസൈനുകൾ മാത്രമാണ് വ്യത്യാസം. വേറെ എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെ. ബാക്ക് സൈഡിൽ ഇതുപോലെ ഫ്ലോറിൽ ഇതിന്റെ ഇങ്ങനത്തെ ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ, ബാക്ക് സൈഡ് ഇതുപോലെ. ഈ മീഡിയത്തിൽ കാണിക്കുന്ന ബാഗുകളെല്ലാം ഷോൾഡർ ബാഗാണ്. ഇതില് മൊബൈലും പൈസയും ഒക്കെ വെക്കാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബാഗുകളാണ്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ളത്, അതായത് ലാർജ്. ഈ ടൈപ്പ് ബാഗിൽ ഞാൻ 3 എണ്ണമാണ് കാണിച്ചത്, സ്മോള്, മീഡിയം, ലാർജ്. അപ്പൊ സ്മോളിന് മാത്രമാണ് ഈ സ്ലിങ് ഇല്ലാത്തതുള്ളൂ, ഷോൾഡറിൽ ഇടാൻ പറ്റാത്തത്. മീഡിയത്തിനും ലാർജിനും സ്ലിങ് ഉണ്ട്, ഷോൾഡറിൽ ഇടാൻ പറ്റും. അപ്പോൾ ഇത് ലാർജ് സൈസ് ആണ്. ഇത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഇതുപോലെ ഫ്ലോറലാണ്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ബാക്കിലൊരു സിബ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല നീളമുള്ള ഷോൾഡർ സ്ലിംഗ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലും അതുപോലെ തന്നെ 2 കള്ളിയുണ്ട്. പിന്നെ ഇവിടെ ഒരു സിബ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ എൻ്റെ കൈ ഫുള്ളായിട്ടും കയറിപ്പോവും, അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. പിന്നെ ഇതില് എന്നോട് ആരോ ചോദിച്ചായിരുന്നു ഒരു ചെറിയൊരു ബൈബിൾ വെക്കാൻ പറ്റുമോ, ഒരു ക്രോസ് വെക്കാൻ പറ്റുമോ എന്നൊക്കെ, കുരിശ്. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു ബൈബിളും കുരിശും എല്ലാം ഇതിൽ വെക്കാൻ പറ്റും. അത്രയ്ക്കും സൗകര്യമുള്ളൊരു ബാഗാണ്. അത് തന്നെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാഗ് കൂടിയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 585, 585. ഇതിപ്പോ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്നത് ഇതും ഒരു ബ്രൗണിൽ തന്നെ വന്നിരിക്കുന്ന മഡ് ബ്രൗൺ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് ഇതൊരു ബീറ്റ്റൂട്ട് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ലാവൻഡറിന്റെ ഒക്കെ ഡാർക്ക്. അങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ വലിയ പേഴ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് നമുക്ക് ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന നല്ല ലെങ്ത് ഉള്ള സ്ലിംഗ് ആണ് ഇതിലുള്ളത്. ഇതിലൊരു ചെറിയ ബൈബിൾ വെക്കാം, കുരിശ് വെക്കാം, അതുപോലെ തന്നെ മൊബൈല് സാധനങ്ങളെല്ലാം നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 585, 585. നെക്സ്റ്റ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇപ്പൊ 2 പ്രാവശ്യമായി കാണിക്കുന്നത് കോസ്മെറ്റിക് ബാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം വെക്കും. അതല്ല, നമ്മളുടെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഒരു കവറിലാക്കി നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോസ്മെറ്റിക് ബാഗാണിത്. ഇതില് 2 ബാഗാണ് ഇതിലുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതില് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് 2 പീസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇങ്ങനത്തെ 2 ബാഗാണ്. ഇതിന് രണ്ടിനും കൂടി വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. ഇതിന്റെ ഉള്ളിൽ പേപ്പർ വെച്ചിരിക്കുന്നത് കാരണമാണ് ഇത് ഇത്ര കനത്തിലിരിക്കുന്നത് കേട്ടോ. പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പോവും. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് ചോദിച്ചായിരുന്നു. ഈ ബാഗില് ഇവിടെ വന്നിരിക്കുന്ന ഡിസൈനിൽ കുറച്ച് വ്യത്യാസം, ഡിസൈനിൽ കണ്ട. ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഡിസൈൻ കണ്ട, ഇത്രയ്ക്ക് മാത്രമാണ് ഇതിൽ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും ഇതിൽ വരുമ്പോ ഇങ്ങനെ വരും ഡിസൈൻ. ഇതിൽ വരുമ്പോഴത്തെ ഡിസൈൻ ഇതുപോലെയാണ്. അങ്ങനെ ഡിസൈനുകൾക്ക് മാത്രമാണ് ഇതിൽ വ്യത്യാസം. ഈ സെറ്റ് വരുമ്പോൾ ഇതിലത്തെ ഡിസൈനുകൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഏത് ഡിസൈൻ ആയാലും സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം ആണ്. ഒരു ബാഗ് മേടിച്ചാൽ ഒരു ബാഗ് കൂടി അതിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ 2 ബാഗാണ് കിട്ടുക. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 350. നെക്സ്റ്റ് ബാഗ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തൊരു ബാഗാണ്. ഇതും ഒരുപാട് കളക്ഷനുകളൊന്നുമില്ല, എങ്കിലും കുറച്ച് പീസുകളുണ്ട്. അപ്പം ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബീജ് ഷെയ്ഡ്. ഇതാണ് ഫ്രണ്ടിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ, ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ 3 കള്ളിയാണ് ഉള്ളത്. നല്ല സൗകര്യമുള്ള ഒരു ബാഗാണ്. നമുക്ക് ഓഫീസിലേക്ക് വേണമെങ്കിൽ ഓഫീസിലേക്ക് ഉപയോഗിക്കാം, എന്നാൽ യാത്രയ്ക്ക് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ്. നല്ല മെറ്റീരിയലാണ്, നല്ല ഡിസൈനാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 690. ഇനി ഇതേ ഡിസൈനിൽ തന്നെ ഇപ്പം ബാഗുകൾ സെയിം തന്നെയാണ്, സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടുത്തെ ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇപ്പൊ ഇതേ ഡിസൈനിൽ വരുന്ന കളറാണ് ഒരെണ്ണം ഈ ബീജ് കളറ്, പിന്നെ ഒന്ന് ഈ ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഒരെണ്ണം ഒരു കൗഡൻ ഗ്രീൻ കളറ്, പിന്നെ ഒരെണ്ണം വേറൊരു ലൈറ്റ് ഗ്രീൻ, ചെറുപയർ പച്ചയുടെ ഒക്കെ ഒരു ഗ്രീൻ.
ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഈ ഡിസൈൻ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് 690. ഇനി ഇപ്പം ഞാൻ കാണിച്ച ഡിസൈൻ ഇതല്ലേ, ഇനി വേറൊരു ഡിസൈൻ, കളറൊക്കെ സെയിം തന്നെ, ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെ, പക്ഷെ കണ്ട ഇതിന്റെ ഡിസൈനിൽ മാത്രമാണ് ഒരു വ്യത്യാസം ഉള്ളത്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 690. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സിബ് ഉണ്ട്, ഉള്ളിൽ 3 കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത്. ഇതിനി ഇങ്ങനെ പിടിക്കുന്നതിന് പകരം സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ളവർക്ക് ഇതിന്റെ ഉള്ളിൽ സ്ലിംഗ് ഉണ്ട് കേട്ടോ, അതെ സ്ലിംഗ് ഇടാനുള്ള പോർഷൻ ആണ് ഇത്. അപ്പം ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 690. ഇനി ഈ ഡിസൈനിൽ വേറൊരു ഷെയ്ഡ് കൂടി വന്നിരിക്കുന്നതാണ് ഈ ബീജ് ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ്. ഇനി ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു ഡിസൈൻ ആണ് ഇങ്ങനെ. ഈ ഡിസൈൻ ഇതിലും ബാഗിൽ സ്പെസിഫിക്കേഷൻ സെയിം തന്നെ, അതായത് 3 കമ്പാർട്ട്മെന്റ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലും ഒരു കള്ളി ഉണ്ട്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 690. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്